സാർ, ഇപ്പം മലപ്പുറം ജില്ലയിലെ തിരുനാവായ കേന്ദ്രീകരിച്ച് വലിയ ഹൈന്ദവ ആഘോഷം നടക്കുന്നു. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ, ഭാരതപ്പുഴയിലൊക്കെ തന്നെ മാമാങ്കത്തിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ടാണ് ഈ ആഘോഷം നടക്കുന്നത്. സത്യത്തിൽ ചരിത്രത്തിൽ ഈ മാമാങ്കത്തിന് എന്തായിരുന്നു റോള്, അല്ലെ മാമാങ്കം എന്തായിരുന്നു, അതറിയാത്ത ഒരുപാട് പേരുണ്ട് ABC-യുടെ പ്രേക്ഷകരായിട്ട്. നമുക്ക് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് ചർച്ച ചെയ്തോടെ. മുമ്പ് മധ്യകാലഘട്ടത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിലെ മധ്യകാലഘട്ടത്തിൽ 12 വർഷം കൂടുമ്പോൾ ഉണ്ടായിരുന്ന ആഘോഷമാണ് മാമാങ്കം എന്ന് പറയുന്നത്. പെരുമാൾമാര് ഭരിച്ചിരുന്നല്ലോ അതെ, കേരളം. ആ പെരുമാക്കൾമാര് ഭരിക്കുമ്പോൾ ഒരു പെരുമാൾ വന്നാൽ, തമിഴ്നാട്ടിൽ നിന്നാണ് പെരുമാൾ വരുന്നത്, തമിഴനാണ്. ഈ പെരുമാൾ വന്നാൽ 12 കൊല്ലത്തേക്ക് ഭരിക്കുക എന്നുള്ളതാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ പെരുമാളിനെ 12 കൊല്ലം കഴിഞ്ഞ് മാറ്റുന്നത് ഈ മാമാങ്കത്തെ വച്ചിട്ടായിരുന്നു. അതൊരു ആഘോഷമായിട്ട്. പിന്നെ ഒരു പെരുമാള് 12 കൊല്ലം കഴിഞ്ഞിട്ടും മാറാതെ 36 കൊല്ലം ഭരിച്ചിരുന്ന ചരിത്രമൊക്കെ ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിയോഗിയെ വെല്ലുവിളിക്കാനൊക്കെ നിശ്ചയിക്കും. അങ്ങനെ പ്രതിയോഗിക്ക് വെല്ലുവിളിച്ച പെരുമാളിനെ തോൽപ്പിക്കാൻ കഴിയാതെ ഇങ്ങനെയൊക്കെ ഈ ഭരണകൂടം അട്ടിമറി ഇതിൻ്റെയൊക്കെ ഭാഗവും കൂടിയായിരുന്നു ഈ മാമാങ്കം, നിലപാട് തറ എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ അവശിഷ്ടവും നിലപാട് തറയും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായിട്ട് നിൽക്കുന്നുണ്ട്. ക്ഷേത്രോത്സവം ആയിട്ടാണ്, നാവാമുകുന്ദ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ടാണ് മാമാങ്കം തുടങ്ങിയിരുന്നത്. ഒരു ക്ഷേത്രോത്സവം. പിന്നീടാണ് ഇത് ഭരണവും അധികാര കൈമാറ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. ഉജ്ജയിനി, പ്രയാഗ, ഹരിദ്വാർ, കുംഭകോണം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുംഭമേളകളൊക്കെ പോലെ ആണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് സാമൂതിരിയുടെ അധീശത്വം വിളിച്ചോതുന്ന ഒരു മേളയായിട്ട് ഇതങ്ങ് മാറി. അപ്പോ ഗംഗയെ ഭാരതപ്പുഴയിലേക്ക് ആവാഹിക്കുന്നത് പോലുള്ള ചടങ്ങൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായിട്ട് ഈ ബാർബോസയുടെ യാത്രാ വിവരണങ്ങളിലൊക്കെ ഉണ്ട്. കേരളോൽപ്പത്തി, കേരള മഹാത്മ്യം, കോഴിക്കോട് ഗ്രന്ഥവരി, കിളിപ്പാട്ട്, ഇതിലൊക്കെ സംഗതി മാമാങ്കത്തിനെ പറ്റി പറയുന്നുണ്ട്. കണ്ടർ മേനോൻ പടപ്പാട്ടില്, പഴയ ഇതിഹാസങ്ങളിൽ കേരളത്തിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പഴയ ഇതല്ലേ കേരളോൽപ്പത്തി, കേരള മഹാത്മ്യം, ഇതിലൊക്കെ ഈ മാമാങ്കം പറയുന്നുണ്ട്. അപ്പൊ കൊടുങ്ങല്ലൂരില് കേന്ദ്രമാക്കിയിട്ടാണ് ഈ പെരുമാക്കന്മാര് ചേരന്മാരായ പെരുമാക്കന്മാർ. അതൊരു ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞാൽ അതൊരു പദവിയാണ്. ഒരാളായിട്ട് കരുതുമ്പോഴാണ് ഈ തെറ്റ് വരുന്നത്. ചേരമാൻ പെരുമാൾ അവസാനത്തെ ആളായിരുന്നു, മക്കത്ത് പോയി എന്നൊക്കെ ഉള്ളതൊക്കെ കൽപ്പിത കഥകളാണ്. മതം മാറി എന്നൊക്കെ ഉള്ളതൊക്കെ നടക്കാത്ത കാര്യമാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ കേന്ദ്രമായിട്ട് ചേരന്മാര് 800 മുതൽ 1124 ആ കാലഘട്ടത്തിലുമൊക്കെ ഭരിച്ചിരുന്ന ആളുകളാണ്. CE-AD എന്ന് പറയുന്നത്. വെള്ളാട്ടിരിയിൽ നിന്ന്, വള്ളുവനാട്, വെള്ളാട്ടിരി ഭരിച്ചിരുന്ന കാലത്താണ് ഈ മാമാങ്കമൊക്കെ അറിയുന്ന ഈ ഭരണകാലത്ത് നടക്കുന്നത്. സാമൂതിരി അല്ല ആദ്യം ഈ മാമാങ്കവുമായി ബന്ധപ്പെട്ട ആള്, വെള്ളാട്ടിരിയാണ്. വെള്ളാട്ടിരി വള്ളുവനാട് ഭരിച്ചിരുന്ന കാലത്ത് തിരുനാവായയിൽ നടക്കുകയാണ്. വള്ളുവനാട്ടെ മാടമ്പിമാര് ഈ സാമൂതിരി പിന്നീട് വെള്ളാട്ടിരിയെ പിടിക്കുന്നു. ആ വള്ളുവനാടും കൂടി പിടിച്ചടക്കുന്നു. അത് കഴിഞ്ഞ് വള്ളുവനാട്ടെ മാടമ്പിമാര് സാമൂതിരിയെ കൊല്ലാൻ ഈ ചാവേറുകളെ അയക്കുന്നു. അങ്ങനത്തെ കാലഘട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹിസ്റ്ററി ഓഫ് സാമറിൻസ്, സാമൂതിരിമാരുടെ ചരിത്രം എഴുതിയ KV കൃഷ്ണയ്യര് പറയുന്നത് 1755 ആയിരുന്നു അവസാനത്തെ ഈ മാമാങ്കം തീരുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1755 ഹൈദരാലി കോഴിക്കോട് പിടിക്കുമ്പോൾ മാമാങ്കം നിന്നുപോയി. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി വന്നല്ലോ. ടിപ്പു സുൽത്താൻ കീഴടങ്ങുന്നു, തീരുന്നു. ടിപ്പു സുൽത്താൻ്റെ ഭരണവും തീരുന്നു. അവിടെ കങ്കനപ്പള്ളി, കളരി, പാലുക്ക മണ്ഡപം, നിലപാട് തറ, മരുന്നറ, മണിക്കിണർ, ഇതൊക്കെ സംരക്ഷിത സ്മാരകമായിട്ട്
ഇപ്പോൾ തിരുനാവായയിൽ ഉണ്ട്. അപ്പോൾ ലോകൻ ഇത് ഈ എന്താണ് മാമാങ്കത്തിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്നുള്ളത് പലരും പലതരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ലോകന്റെ മാനുവലിൽ മഹാമഖം എന്നാൽ മഹാത്യാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണഗിരി സാമുദ്രിയുടെ ചരിത്രത്തിൽ മഹാമഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഘമഖം എന്നാണ് ഇളംകുളം കുഞ്ഞൻപിള്ള പറഞ്ഞിരിക്കുന്നത്. മാഘമാസത്തിലെ മഖം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിരുനാവായ മഹായോഗിപുരം ബൃഹന്നടി എന്നൊക്കെ പേരുണ്ടായിരുന്ന ചരിത്രത്തിൽ അങ്ങനെയും പേരുകൾ കാണാം. ഭാരതപ്പുഴയുടെ വലത്ത് വിഷ്ണു ഉണ്ട്, ഇടതുവശത്ത് ബ്രഹ്മാവും ശിവനും ഉണ്ട്, ക്ഷേത്രങ്ങൾ ഉണ്ട്. തിരുനാവായ ബ്രാഹ്മണരുടെ പഴയ വാസസ്ഥാനങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പഴയ വാസസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ തിരുനാവായ ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്. വള്ളുവനാട് സാമുദ്രി പിടിക്കും മുമ്പ് ഈ വള്ളുവനാട്ടിലെ ഈ ഒരു രക്ഷാപുരുഷൻ മാമാങ്കത്തിന് ഉണ്ടാവും, രക്ഷാപുരുഷൻ ഉണ്ടാവും. ഈ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു യജമാനനെ പോലെയൊക്കെ ഉണ്ടാവുന്നത്. രക്ഷാപുരുഷൻ മാമാങ്കത്തിന് 3 കൊല്ലത്തേക്കാണ് തിരഞ്ഞെടുക്കുക. തിരുനാവായയിൽ പിന്നെ 4 കഴകങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. രക്ഷാപുരുഷന് ആരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് രക്ഷാപുരുഷനെ ചൊല്ലി തന്നെ തർക്കം. അപ്പോഴാണ് പശ്ചിമ ഘട്ടത്തിന് കിഴക്ക് നിന്ന് രാജകുമാരനെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഈ പെരുമാൾ. ഈ തർക്കം ഇരിക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിന് പുറത്തു നിന്ന് തന്നെ, അല്ലെങ്കിൽ മലബാറിന് പുറത്തു നിന്ന് തന്നെ രാജകുമാരനെ വാഴിക്കുകയാണ്. അങ്ങനെ പെരുമാൾ വരുന്നു, 12 കൊല്ലം ഭരിക്കും എന്ന് വ്യവസ്ഥ വെക്കുന്നു. ആദ്യത്തെ അഭിഷേകം, അങ്ങനെ ഒരു ചേര രാജകുമാരനെ കൊണ്ടുവന്ന് ആദ്യത്തെ അഭിഷേകം നടക്കുന്നത് മാഘത്തില് കർക്കിടക വ്യാഴത്തിലെ പുഷ്യദിനത്തിലാണ്. അതാണ് മാമാങ്കം, ആദ്യ മാമാങ്കം എന്നൊക്കെ പറയാവുന്നത്. 28ാമത്തെ ദിവസം ബ്രാഹ്മണർക്ക് മുമ്പിൽ വാൾ അടിയറ വെച്ച് പിരിയുമ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ട് പിരിയുമ്പോൾ ഈ ബ്രാഹ്മണർക്ക് മുമ്പിൽ ഈ മാമാങ്കത്തിന്റെ 28ാമത്തെ ദിവസം വാള് അടിയറ വെച്ചിട്ട് അയാൾ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോവുക. ആ ദിവസം വലിയ സദ്യ ഉണ്ടാവും അവിടെ. അങ്ങനെയാണ് ആ 12 കൊല്ലത്തിലൊരിക്കല് മാമാങ്കത്തില് സംഭവിക്കുന്നത്. ഇയാളെ വാഴിക്കുന്നതും ഇയാൾ പിരിയുന്നതും 12 കൊല്ലത്തെ ഇടവേളയിൽ പെരുമാൾ. കൊടുങ്ങല്ലൂരിലെ ചേര പെരുമാക്കൾ ഒക്കെ പോയിട്ട് സാമുദ്രി ഇത് പിടിച്ചടക്കിയല്ലോ. വള്ളുവക്കോനാതിരിയുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചടക്കിയ ശേഷവും മാമാങ്കം നടക്കുമ്പോൾ അതിൽ ആദ്യത്തെ ക്ഷണപത്രം പാണ്ഡ്യ രാജാവിന് ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അലക്സാണ്ടർ ഹാമിൽട്ടൺ ബാർബോസയൊക്കെ ചരിത്രത്തിലൊക്കെ പറയുന്നത് 12 കൊല്ലം കഴിഞ്ഞാൽ പെരുമാൾ അവിടെ വന്നിട്ട് തിരുനാവായയില് ആ നിലപാട് തറയിലിരുന്നിട്ട് സ്വയം കഴുത്തറക്കുമായിരുന്നു. ആണ് ഈ മഹാത്യാഗം എന്ന് പറയുന്നത്. മാമാങ്കം കഴുത്തറക്കുമായിരുന്നു എന്ന് അവരുടെ യാത്രാവിവരണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 12 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഒരു പെരുമാൾ പോയില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇതിന്റെ നിയമം മാറി, കൊല്ലുന്ന ആളുകൾ ഭരിക്കുക എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അവസാനത്തെ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാമവർമ്മ കുലശേഖരൻ 36 കൊല്ലം ഭരിച്ചു. വള്ളുവനാട്ട് രാജാവിനെ രക്ഷാപുരുഷനാക്കി. 10,000 നായർ ഭടന്മാര് ഉണ്ടായിരുന്നു ആ സമയത്ത്. തിരുവനന്തകുന്ന് ഭഗവതിയായിരുന്നു പരദേവത. വള്ളുവനാട്ട് രാജാവ് രക്ഷാപുരുഷനായിരുന്ന കാലത്ത് തിരുമാന്താംകുന്ന് ഭഗവതി പരദേവത 10,000 നായർ ഭടന്മാരും ഒക്കെ വള്ളുവനാട്ട് രാജാവിന് ഉണ്ടായിരുന്നു. ഈ സാമുദ്രിയുടെ കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ കോഴിക്കോട്ടെ തുറമുഖമൊക്കെ നോക്കുന്ന പ്രധാനപ്പെട്ട ആള് അയാളായിരുന്നു ഈ കോയ എന്ന് പറയുന്നത്. തുറമുഖം കോഴിക്കോട് തുറമുഖം. ഈ വള്ളുവനാട്ട് രാജാവിനെ ഭ്രഷ്ടനാക്കിയിട്ട് ഈ മാമാങ്കം മൊത്തത്തിൽ പിടിച്ചടക്കാനായിട്ട് ഈ കോയ ഉപദേശിച്ചതായിട്ട് അഭ്യൂഹമുണ്ട് സാമുദ്രിയെ. എന്നിട്ട്
ഈ വെള്ളാട്ടിരിയെ അട്ടിമറിച്ചിട്ട് ആ സ്ഥലം പിടിച്ചടക്കുക, ഇതിന്റെ രക്ഷാപുരുഷനാവുക. അതൊരു വലിയ സ്ഥാനമാണല്ലോ. അങ്ങനെ സാമൂതിരിയെ ഈ കോയ, തുറമുഖം നോക്കുന്ന കോയ, കാരണം കോയ വളരെ പ്രധാനപ്പെട്ട ആളാണ് സാമൂതിരിയുടെ ഭരണത്തില്. സാമൂതിരിക്കും കച്ചവടമൊക്കെ ഉണ്ടല്ലോ, കപ്പലുകളും ഒക്കെ ഉണ്ട്. ഇതിൽ ഈ സെയിലർമാര്, നാവികരൊക്കെ മുസ്ലിങ്ങളാണ്, കടലിൽ പോണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കോയ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അപ്പോ ഈ സാമൂതിരി ഇവിടെ രക്ഷാപുരുഷനായിട്ട് മാമാങ്കത്തിന് വരുമ്പോ വലതുവശത്ത് കോയ നിലയുറപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ പിന്നീട് മണിത്തറയിൽ വെച്ചിട്ട് കൊല്ലുന്നതായിട്ടുമൊക്കെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സാമൂതിരിയുടെ കാലത്ത് ഇത് സെക്യുലർ ആയിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഒരു കോയ വലതുവശത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് മാമാങ്കത്തിൻ്റെ പഴയ കഥ. ഈ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പം കുറച്ച് ആളുകൾ മാത്രം വന്നിട്ട് 12 വർഷത്തിന് ശേഷം ഈ സ്ഥലം പിടിച്ചെടുക്കാനായിട്ട് യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് അവർ വീരമൃത്യു വരിക്കുന്നു. കാരണം ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാമാങ്കത്തിൽ പങ്കെടുക്കാനായിട്ട് പിന്നീട് ആളുകൾ പോയത് എന്ന രീതിയിലും പിന്നീട് ചരിത്രം മാറിയില്ലേ? അതായത് ഇതൊരു ക്ഷേത്രോത്സവം ആയിരുന്നു. ക്ഷേത്രോത്സവം പോലെ നടത്തുന്നതാണല്ലോ ഇനി നമ്മൾ ചെയ്യുക. അതെ, ഇപ്പൊ ചെയ്യുന്നതും ഒക്കെ സ്വാമി ആനന്ദവനും ഒക്കെ വന്നിട്ട് ചെയ്യുന്നത്. ആദ്യം ക്ഷേത്രോത്സവമായിട്ട് നടന്നു. അതിനൊരു രക്ഷാപുരുഷൻ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളാട്ടിരി അല്ലേ, വള്ളുവനാട് ഭരിക്കുന്ന രാജാവ് ഇതിന്റെ രക്ഷാപുരുഷനാകുന്നു. പരദേവതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയത്ത് പിന്നെ ഇത് ഒരു ഗോത പോലെ ഈ നിലപാട് മാറുകയാണ്. ചേരമാൻ പെരുമാക്കന്മാരുടെ അഭിഷേകവും സംഗതികളൊക്കെ വരുമ്പോ ഈ പെരുമാളിനെ തന്നെ കൊല്ലാൻ ധൈര്യമുള്ള യോദ്ധാവ് ഉണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഇത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ 36 കൊല്ലം ഇയാൾ ഭരിക്കുന്നത്. അയാൾക്കൊരു വലിയ സേനയൊക്കെ ആയല്ലോ. കൊല്ലാൻ ധൈര്യമുള്ള യോദ്ധാക്കന്മാരില്ലാതെ വരുന്നു. അവസാനത്തെ പെരുമാളൊക്കെ വരുമ്പോൾ വലിയ പവർഫുൾ ആയിരുന്നു എന്നർത്ഥം. 36 കൊല്ലം ഭരിക്കുകയാണ്. സാമൂതിരിയെ പോലും അയാൾ വെല്ലുവിളിച്ചിരുന്നു എന്നാണ് കരുതേണ്ടത്. അപ്പൊ ഇതൊരു യുദ്ധവും യുദ്ധമുറയും ആയോധന കലയും കളരിയും ഒക്കെ ആയിട്ട് പിന്നീട് ഇത് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് ഏറ്റവും പഴയ മാമാങ്കം ഉണ്ടല്ലോ, തുടക്കം ഉണ്ടായിരുന്നത്, ആ അവസ്ഥയിൽ ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ചിലപ്പോൾ എല്ലാ കൊല്ലവും നടക്കുമായിരിക്കും. ഈ 3 കൊല്ലം 4 കൊല്ലം എന്നുള്ള രീതിയൊക്കെ വിട്ടിട്ട് ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. കുംഭമേളകൾ പല പോലെ നടക്കുന്നുണ്ടല്ലോ, പല വർഷങ്ങളും വെച്ചിട്ട്. ഇനിയിപ്പോ നാസിക്കിലൊരു കുംഭമേള വരാൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുംഭമേള ഇപ്പൊ കേരളത്തിലേക്ക് ഇത്തരത്തിലൊരു ആഘോഷം നടത്താനായിട്ട് വലിയ എതിർപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടല്ലോ. എന്തിനായിരിക്കും സർക്കാർ അതിനെ എതിർക്കുന്നത്? അല്ല, സർക്കാർ അവിടെ വില്ലേജ് ഓഫീസർ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഹിന്ദു പക്ഷം ഇത് ആയിട്ട് അതായത് എല്ലാം കൂടി ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ക്രമീകരിച്ചിരുന്നു. ഇപ്പൊ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോ പലതും പല ഭാഗത്തായിട്ട് പല ഭാഗത്ത് പോകണം. ഉണ്ണാനായിട്ട് വേറെ സ്ഥലത്ത് പോവുക, പൂജയ്ക്ക് വേറെ സ്ഥലത്ത് പോവുക, പുഴ കടക്കാൻ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് നിശ്ചയിച്ചത് പല സ്ഥലത്തേക്ക് ചെതറിപ്പോയി. സ്റ്റോപ്പ് മെമ്മോ വന്നപ്പോ സ്റ്റോപ്പ് മെമ്മോക്കെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. ഇത് മതസ്പർദ്ധ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. ആ മതസ്പർദ്ധയ്ക്ക് ചരിത്രത്തിൽ സ്ഥാനമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഈ മനഃപൂർവ്വം ഈ കോയയുടെ കാര്യം കൂടി പറഞ്ഞത്. മതസ്പർദ്ധയ്ക്ക് മാമാങ്കമായിട്ട് ബന്ധമില്ല. അതിൽ കോയ ഉണ്ടായിരുന്നേ. അത് വില്ലേജ് ഓഫീസർക്ക് ചരിത്രം അറിയില്ലല്ലോ, അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഹിന്ദു മുന്നേറ്റം, കോൺഗ്രസിന്റെ വോട്ട് കുറെ തിന്നല്ലോ BJP, CPM-ന്റെ വോട്ടും കൂടി തിന്നു തുടങ്ങിയപ്പോ ഇതിന് BJPക്ക് ഇതിന്റെ ഗുണം കിട്ടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകാം. അതാണ് ഈ മാമാങ്കത്തിനെ ചൊല്ലിയുള്ള ഭയം. അതല്ലെങ്കിൽ തന്നെ ഹൈന്ദവ ഏകീകരണം നടക്കുന്നത് മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകളുണ്ട്. അവർ തീർച്ചയായിട്ടും പേടിക്കും. കാരണം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മുസ്ലിം മത രാഷ്ട്രം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചില്ലേ? അതെ. അപ്പൊ അതില്ലെങ്കിൽ അവിടെ നമസ്കരിക്കുന്നത് പോലും
ശരിയായ രീതിയിലാകില്ല, അങ്ങനെ ഒരു മതരാഷ്ട്രമായി മാറിയാൽ മാത്രമേ നമസ്കാരത്തിന് പോലും അർത്ഥമുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് അവര് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു സംഘടനകൾ കാണുന്നത് തന്നെ അവരുടെ രാഷ്ട്രമായിട്ടാണ്. അപ്പൊ ആ രാഷ്ട്രത്തിൽ മാമാങ്കത്തിന് എന്ത് സ്ഥാനം ആണ് ചോദിക്കുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മാമാങ്കത്തിൻ്റെ ഒരു ചരിത്രം, ഐതിഹ്യം ഇതൊന്നും മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ എടുത്തിട്ടിട്ട് ഇതിപ്പോൾ ഈ കുംഭമേള പോലെ പിന്നീട് ഒരു വലിയ ആചാരമായിട്ട് മാറും, ആഘോഷമായിട്ട് മാറും, അത് പിന്നീട് അവരുടെ വളർച്ചയ്ക്ക് അവരുടെ ഏകീകരണത്തിനൊക്കെ വഴി തുറക്കും എന്ന് രാഷ്ട്രീയ പാർട്ടികളും ചില മതസംഘടനകളും ഭയപ്പെടുന്നു എന്ന് അവർ തുറന്നു പറയുകയാണ്. അങ്ങനെ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാണ്. അവർ ഈ ഭയപ്പെടുന്നതും ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നതും. എതിർക്കുമ്പോഴാണല്ലോ ഇത് വളരുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് എപ്പോഴും എതിർപ്പ് നല്ലതാണ്. അപ്പോൾ അതിന് വേറെയും കുറേ വാദങ്ങളുണ്ട്. മലപ്പുറം രണ്ടാക്കണം, പുതിയ തിരൂർ ജില്ല വേണം എന്നൊക്കെ പറഞ്ഞിട്ടേ വേറെയും ഭൂരിപക്ഷ ജില്ലകൾ വേണം എന്നൊക്കെ ഈ തീവ്രവാദ സംഘടനകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടുകൂടിയാണ് സ്വാമി ആനന്ദവനത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാമാങ്കം ഈ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് എന്നും നമുക്ക് കാണാം. അല്ല, പുതിയ തലമുറ ഈ മാമാങ്കത്തെക്കുറിച്ചും മാമാങ്കത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ ചില ചരിത്രങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്ന കുറേ പേര് കേരളം ഭരിച്ചിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ മാമാങ്കത്തിനെയും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ചരിത്രം, നമ്മൾ ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ റോമില്ല താപ്ര പോലുള്ള ആളുകളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെ ഈ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പിന്നെ ഈ രാജൻ ഗുരുക്കളെ പോലുള്ള ആളുകൾ, വെളുത്താട്ട് കേശവൻ, ഇങ്ങനെ കുറെ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ വളച്ചൊടിച്ചിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ ശരിക്കും വരികൾക്കിടയിൽ വായിച്ചു കഴിഞ്ഞാൽ സത്യം പിടികിട്ടും. മാപ്പിള ലഹളയെ പറ്റിയിട്ട് ഇത് വർഗസമരാണെന്നല്ലേ KN പണിക്കരൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ളതല്ലേ വാസ്തവം. അപ്പൊ യഥാർത്ഥ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ വരികൾക്കിടയിൽ വായിക്കണം. അതുകൊണ്ട് മാമാങ്കത്തിനെ പറ്റി പഠിക്കാനും ഇതൊരു അവസരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.